അതിൽ ഒറ്റൊരു സോസിൽ നമുക്കൊരു 3 ഡിഷസ് സെറ്റ് ചെയ്താലോ. ഫസ്റ്റായിട്ട് ഞാൻ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ്, കുരുമുളക്, പിന്നെ കുറച്ച് നാരങ്ങ നീര് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സോസിന് വേണ്ടിയിട്ട് സവാള അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കും അതുപോലെ തന്നെ ചീസും വേണമെങ്കിൽ ആഡ് ചെയ്യാം. കട്ടിയാക്കാനായിട്ട് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യണേ. ഇനി ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, ഓറിഗാനോ, പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് സെറ്റായേ. ഇനി ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്ച്ചോറ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്ത് റൈസാണോ ഉള്ളത് അത് മാത്രമായിട്ട് എടുത്താലും മതി. ഇപ്പം നെയ്ച്ചോറ് ഇരുന്നുകൊണ്ട് അത് എടുത്തതാണ്. ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം നേരം ചെമ്മീൻ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ നോക്കിയെടുക്കണം. പിന്നെ ബണ്ണൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡിഷ് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. റൈസ് വെച്ചു, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സോസ് അതിൻ്റെ പുറത്തേക്ക് ചെമ്മീൻ ഇട്ടു, അതിൻ്റെ പുറത്ത് വീണ്ടും കുറച്ച് സോസ് കൂടെ ഒഴിച്ചു. നമ്മളുടെ ബണ്ണും വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അടുത്ത ഡിഷ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സോസ് ഒഴിച്ചു, അതിൻ്റെ പുറത്തേക്ക് ചെമ്മീൻ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് ഇട്ടു, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തേ. ഡിഷ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സോസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാസ്തയോ മാക്രോണിയോ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ സോട്ട് ചെയ്ത കുറച്ച് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ചീസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഓർഗാനോ കൂടി ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് ഡിഷ് സെറ്റാണ്.